ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 10 ലെറ്റർ മാത്ത്. ഇതിൻ്റെ പാർട്ട് 1 ആണ്. പേജ് നമ്പർ 153 154 ഈ രണ്ട് പേജിലെയും 3 പ്രോബ്ലംസ് ഉണ്ട്. അതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഗെറ്റിംഗ് ബുക്സ് ത്രൂ പോസ്റ്റ് 25 rupees has to be added to the price of the book as postage. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓഫ് ദ ടേബിൾ ബിലോ. ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ പ്രൈസ് ഓഫ് ബുക്ക്, പോസ്റ്റേജ്, ടോട്ടൽ കോസ്റ്റ് എന്നിവ തന്നിട്ടുണ്ട്. അതിൽ ആദ്യം 120 പ്രൈസ് ഓഫ് ബുക്കാണ്, പോസ്റ്റേജ് 25. അതിൽ ടോട്ടൽ കോസ്റ്റ് തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പ്രൈസ് ഓഫ് ബുക്കും പോസ്റ്റേജും തന്നാൽ ടോട്ടൽ കോസ്റ്റ് കാണാൻ എന്ത് ചെയ്യണം? ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി അല്ലേ? അടുത്തത് 115 പ്രൈസ് ഓഫ് ബുക്കാണ്, പോസ്റ്റേജ് 25. അതിൻ്റെയും ടോട്ടൽ കോസ്റ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും പ്രൈസ് ഓഫ് ബുക്കും പോസ്റ്റേജും ആഡ് ചെയ്യുക. 115ഉം 25ഉം കൂടി ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അതുപോലെ അടുത്തതിൽ രണ്ടെണ്ണത്തിൽ പ്രൈസ് ഓഫ് ബുക്ക് തന്നിട്ടില്ല, പോസ്റ്റേജും ടോട്ടൽ കോസ്റ്റും തന്നിട്ടുണ്ട്. അതും കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് പ്രൈസ് ഓഫ് ബുക്ക് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ടോട്ടൽ അറിയാമെങ്കിൽ അതിൽ നിന്നും പോസ്റ്റേജ് മൈനസ് ചെയ്താൽ മതി, നമുക്ക് പ്രൈസ് ഓഫ് ബുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഒരു ടേബിൾ വരച്ചിട്ട് നിങ്ങളിത് ഫില്ല് ചെയ്യുക. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ടേബിൾ വരയ്ക്കുക. അതിൽ പ്രൈസ് ഓഫ് ബുക്ക്, പോസ്റ്റേജ്, ടോട്ടൽ കോസ്റ്റ്. 120 പ്രൈസ് ഓഫ് ബുക്ക്, പോസ്റ്റേജ് 25, ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 120 + 25 145. അതാണ് ടോട്ടൽ കോസ്റ്റ്. നെക്സ്റ്റ് 115 പ്രൈസ് ഓഫ് ബുക്കാണ്, പോസ്റ്റേജ് 25 ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കാണും? 115 + 25 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 140. നെക്സ്റ്റ് പ്രൈസ് ഓഫ് ബുക്ക് തന്നിട്ടില്ല, പോസ്റ്റേജ് തന്നിട്ടുണ്ട് 25, ടോട്ടൽ കോസ്റ്റ് 125 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് 125ൽ നിന്നും പോസ്റ്റേജ് നമ്മൾ മൈനസ് ചെയ്യണം. 125 - 25 100. അതാണ് പ്രൈസ് ഓഫ് ബുക്ക്. നെക്സ്റ്റ് അതുപോലെ തന്നെയാണ്, പ്രൈസ് ഓഫ് ബുക്ക് തന്നിട്ടില്ല, പോസ്റ്റേജ് 25, ടോട്ടൽ കോസ്റ്റ് 110. അപ്പോൾ പ്രൈസ് ഓഫ് ബുക്ക് കാണാൻ 110 - 25 85. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻ വാട്ട് ഓൾവേസ് ക്യാൻ വി സേ ദ റിലേഷൻ ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് എ ബുക്ക് ആൻഡ് ദ ടോട്ടൽ കോസ്റ്റ്. നമുക്ക് ടോട്ടൽ കോസ്റ്റും പ്രൈസ് ഓഫ് എ ബുക്കും തമ്മിലുള്ള ആ റിലേഷൻ എങ്ങനെയൊക്കെ എഴുതാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ബോക്സിൽ 25 ആണ് അല്ലേ പോസ്റ്റേജ് തന്നിട്ടുള്ളത്. 4ഉം 25 തന്നെയാണ് പോസ്റ്റേജ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ബുക്കും തമ്മിലുള്ള റിലേഷൻ ആദ്യം നമുക്ക് എഴുതാം. അപ്പോൾ അതെങ്ങനെ എഴുതാം? പ്രൈസ് ഓഫ് ബുക്ക് ഈക്വൽ ബി എന്ന് കൊടുക്കാം. പോസ്റ്റേജ് ഇവിടെ 4ഉം 25 ആയതുകൊണ്ട് പോസ്റ്റേജ് ഈക്വൽ 25 എന്ന് എഴുതാം. ടോട്ടൽ കോസ്റ്റിന് ഏത് ലെറ്റർ എടുക്കാം? ഈക്വൽ ടി. ഓക്കെ, ഇനി ആ റിലേഷൻസ് നമുക്ക് എഴുതാം. ഫസ്റ്റ് റിലേഷൻ ടോട്ടൽ കോസ്റ്റ്, അതെങ്ങനെയാണ് കാണുന്നതെന്നാണ് ഫസ്റ്റ് റിലേഷൻ. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ പ്രൈസ് ഓഫ് ബുക്ക് പ്ലസ് പോസ്റ്റേജ്. അപ്പോൾ അത് നമ്മൾ ലെറ്ററിൽ എങ്ങനെ എഴുതാം? ടി ഈക്വൽ ബി പ്ലസ് 25. അപ്പോൾ ടി എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റാണ്, ബി എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ബുക്കാണെന്ന് നമുക്കറിയാം. അപ്പോൾ ടി കാണാൻ, ടോട്ടൽ കോസ്റ്റ് കാണാൻ എങ്ങനെയാണ് നമ്മൾ എന്താണ് ചെയ്യുക? പ്രൈസ് ഓഫ് ബുക്ക് പ്ലസ് പോസ്റ്റേജ്. അപ്പോൾ ഇവിടെ പ്രൈസ് ഓഫ് ബുക്ക് നമുക്കറിയില്ല, അപ്പോൾ ബി എന്ന് എഴുതുക. പോസ്റ്റേജ് തന്നിട്ടുണ്ട് 25, ബി പ്ലസ് 25. ടി ഈക്വൽ ബി പ്ലസ് 25. അടുത്തത് പ്രൈസ് ഓഫ് ബുക്ക് കാണുന്ന റിലേഷൻ എങ്ങനെ എഴുതാം? പ്രൈസ് ഓഫ് ബുക്ക് ഈക്വൽ ടോട്ടൽ കോസ്റ്റ് മൈനസ് പോസ്റ്റേജ്. അതിനെ ലെറ്ററിൽ എങ്ങനെ എഴുതാം? ബി ഈക്വൽ ടി മൈനസ് 25. നെക്സ്റ്റ് റിലേഷൻ പോസ്റ്റേജ് ഈക്വൽ ടോട്ടൽ കോസ്റ്റ് മൈനസ് പ്രൈസ് ഓഫ് ബുക്ക്. ലെറ്ററിൽ എഴുതുമ്പോൾ 25 ഈക്വൽ ടി മൈനസ് ബി. അപ്പോൾ ടിയും ബിയും എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ടി എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റാണ്, ബി എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ബുക്കാണ്. ഓക്കെ, ശരി. ഇനി ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈഫ് ദ പോസ്റ്റേജ് ഈസ് 30 rupees. പോസ്റ്റേജ് 30 rupees ആയാൽ നമ്മൾ ഈ റിലേഷൻ എങ്ങനെ എഴുതാം? ഇപ്പോൾ നമ്മളൊരു ബോക്സിൽ എഴുതിയിരിക്കുന്നതിലെല്ലാം പോസ്റ്റേജ് 25 ആണ്. അപ്പോൾ അത് 30 ആയാൽ എങ്ങനെയാണ് ഈ റിലേഷൻ എഴുതുക?
സെയിം റിലേഷൻ തന്നെയാണ്. അതിൽ നമ്മൾ എഴുതിയ 25 മാറ്റി അവിടെ 30 എഴുതിയാൽ മാത്രം മതി. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. പ്രൈസ് ഓഫ് ബുക്ക് ഈക്വൽ ബി, പോസ്റ്റേജ് ഈക്വൽ 30, ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടി. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ പ്രൈസ് ഓഫ് ബുക്ക് പ്ലസ് പോസ്റ്റേജ്. ലെറ്ററിൽ എഴുതുമ്പോൾ ടി ഈക്വൽ ബി പ്ലസ് 30. പ്രൈസ് ഓഫ് ബുക്ക് ഈക്വൽ ടോട്ടൽ കോസ്റ്റ് മൈനസ് പോസ്റ്റേജ്. അതാണ് നെക്സ്റ്റ് റിലേഷൻ. അത് ലെറ്ററിൽ എങ്ങനെ എഴുതാം? ബി ഈക്വൽ ടി മൈനസ് 30. തേർഡ് റിലേഷൻ പോസ്റ്റേജ് ഈക്വൽ ടോട്ടൽ കോസ്റ്റ് മൈനസ് പ്രൈസ് ഓഫ് ബുക്ക്. അത് ലെറ്ററിൽ എഴുതുമ്പോൾ 30 ഈക്വൽ ടി മൈനസ് ബി. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇഫ് ഇറ്റ് ഈസ് 35 റുപ്പീസ്. വീണ്ടും മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. 30 റുപ്പീസ് ആണല്ലോ ഇപ്പോൾ നമ്മൾ ചെയ്ത പോസ്റ്റേജ്. ഇനി അടുത്ത പോസ്റ്റേജ് 35 റുപ്പീസ് ആയാൽ ഈ റിലേഷൻ എങ്ങനെ എഴുതാം? ഇതുപോലെ തന്നെയാണ്. 30 മാറ്റിയിട്ട് ആ പ്ലേസിൽ 35 എഴുതിയാൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. പ്രൈസ് ഓഫ് ബുക്ക് ഈക്വൽ ബി, പോസ്റ്റേജ് ഈക്വൽ 35, ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടി. ഫസ്റ്റ് റിലേഷൻ ടോട്ടൽ കോസ്റ്റ് ഈക്വൽ പ്രൈസ് ഓഫ് ബുക്ക് പ്ലസ് പോസ്റ്റേജ്. ലെറ്ററിൽ എഴുതുമ്പോൾ ടി ഈക്വൽ ബി പ്ലസ് 35. നെക്സ്റ്റ് റിലേഷൻ പ്രൈസ് ഓഫ് ബുക്ക് ഈക്വൽ ടോട്ടൽ കോസ്റ്റ് മൈനസ് പോസ്റ്റേജ്. അത് ലെറ്ററിൽ എഴുതുമ്പോൾ ബി ഈക്വൽ ടി മൈനസ് 35. നെക്സ്റ്റ് റിലേഷൻ പോസ്റ്റേജ് ഈക്വൽ ടോട്ടൽ കോസ്റ്റ് മൈനസ് പ്രൈസ് ഓഫ് ബുക്ക്. ലെറ്ററിൽ എങ്ങനെ എഴുതുക? 35 ഈക്വൽ ടി മൈനസ് ബി. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? നൗ ഇഫ് ദ പോസ്റ്റേജ് ഓൾസോ ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ പ്രൈസ് ഓഫ് ദ ബുക്ക്, ഇൻ വാട്ട് ഓൾവേസ് ക്യാൻ വി സേ ദിസ് റിലേഷൻ? റൈറ്റ് ദം യൂസിങ് ലെറ്റേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പ്രൈസ് ഓഫ് ബുക്കിൻ്റെ വില ചേഞ്ച് ആകുന്നതിനനുസരിച്ച് പോസ്റ്റേജും ചേഞ്ച് ആയിക്കൊണ്ടിരുന്നാൽ ഇതിൻ്റെ റിലേഷൻസ് എങ്ങനെ നമുക്ക് ലെറ്ററിൽ എഴുതാൻ സാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എഴുതാം. ഇഫ് ദ പോസ്റ്റേജ് ഓൾസോ ചേഞ്ചസ്, പോസ്റ്റേജ് ഈക്വൽ പി എന്ന് കൊടുക്കാം. പോസ്റ്റേജ് മാറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് പോസ്റ്റേജിനും ഒരു ലെറ്റർ കൊടുക്കാം, പി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ റിലേഷൻ എഴുതാം? ടി ഈക്വൽ ബി പ്ലസ് പി. ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ടോട്ടൽ കോസ്റ്റ്, ബി എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ബുക്ക്, പി എന്ന് പറയുമ്പോൾ പോസ്റ്റേജ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് കാണുക? പ്രൈസ് ഓഫ് ബുക്ക് പ്ലസ് പോസ്റ്റേജ്. അതാണ് ടി ഈക്വൽ ബി പ്ലസ് പി. ബി എങ്ങനെയാണ് കാണുന്നത്? ബി എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ബുക്ക് എങ്ങനെയാണ് കാണുന്നത്? ടോട്ടൽ കോസ്റ്റിൽ നിന്നും പോസ്റ്റേജ് മൈനസ് ചെയ്യുക. അപ്പോൾ ബി ഈക്വൽ ടി മൈനസ് പി. ഇനി പോസ്റ്റേജ് എങ്ങനെയാണ് കാണുന്നത്? പോസ്റ്റേജ് കാണാൻ ടോട്ടൽ കോസ്റ്റിൽ നിന്നും പ്രൈസ് ഓഫ് ദ ബുക്ക് കുറയ്ക്കുക, അല്ലേ, മൈനസ് ചെയ്യുക. പി ഈക്വൽ ടി മൈനസ് ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, make a table showing the number of girls, the number of boys and the total number of children in each class of your school. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ 2-3 ക്ലാസ്സിൽ കുട്ടികളിൽ ബോയ്സ് എത്ര, ഗേൾസ് എത്ര, ടോട്ടൽ നമ്പർ എത്ര, ഇതൊക്കെ രേഖപ്പെടുത്തി ഒരു ടേബിൾ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് സ്റ്റേറ്റിംഗ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് നമ്പേഴ്സ്. ഇതിൻ്റെ റിലേഷനും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ദീസ് യൂസിങ് ലെറ്റേഴ്സ്. ലെറ്റർ ഉപയോഗിച്ചും ഈ റിലേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റഫായിട്ട് നമുക്കൊരു ടേബിൾ തയ്യാറാക്കാം. ഇപ്പോൾ ഞാൻ എഴുതിയത് തന്നെ നിങ്ങൾ എഴുതണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നോക്കാം ആൻസർ. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ ക്ലാസ്, നമ്പർ ഓഫ് ബോയ്സ്, നമ്പർ ഓഫ് ഗേൾസ്, ടോട്ടൽ ചിൽഡ്രൻ. ആദ്യം 5A, അവിടെ നമ്പർ ഓഫ് ബോയ്സ് 33, നമ്പർ ഓഫ് ഗേൾസ് 30, ടോട്ടൽ ചിൽഡ്രൻ 63. സെക്കൻഡ് 6A, നമ്പർ ഓഫ് ബോയ്സ് 28, നമ്പർ ഓഫ് ഗേൾസ് 37, ടോട്ടൽ ചിൽഡ്രൻ 65. ക്ലാസ് 7A, നമ്പർ ഓഫ് ബോയ്സ് 35, നമ്പർ ഓഫ് ഗേൾസ് 33, ടോട്ടൽ ചിൽഡ്രൻ 68. ഇങ്ങനെ തന്നെ എഴുതണം എന്നില്ല, നിങ്ങൾക്ക് മാറ്റി നമ്പേഴ്സ് എഴുതാം. ഇനി ഇതിൻ്റെ റിലേഷൻ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ബോയ്സിന് ഏത് ലെറ്റർ കൊടുക്കാം? ബി. നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽ ജി. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രന് നമുക്ക് ടി എന്ന് കൊടുക്കാം, അല്ലേ? ഇനി ഇത് വെച്ചിട്ട് ഈ ബി ജി ടി ഇത് വെച്ചിട്ട് നമുക്ക് ഒരു റിലേഷൻ തയ്യാറാക്കാം. ബി എന്ന് പറയുന്നത് ബോയ്സ് ആണ്, ജി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ്, ടി എന്ന് പറയുന്നത് ടോട്ടൽ ചിൽഡ്രൻ.
ഇപ്പോൾ ആ റിലേഷൻ എങ്ങനെ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഈക്വൽ നമ്പർ ഓഫ് ബോയ്സ് പ്ലസ് നമ്പർ ഓഫ് ഗേൾസ്. ഇത് ലെറ്ററിൽ എങ്ങനെ എഴുതാം? ടി ഈക്വൽ ബി പ്ലസ് ജി. നെക്സ്റ്റ് റിലേഷൻ നമ്പർ ഓഫ് ബോയ്സ് എങ്ങനെ കാണാം? ടോട്ടൽ ചിൽഡ്രൻ എത്ര നോക്കുക, അതിൽ നിന്നും ഗേൾസിന് മൈനസ് ചെയ്യുക അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ മൈനസ് നമ്പർ ഓഫ് ഗേൾസ്. ഇത് ലെറ്ററിൽ എഴുതുമ്പോൾ ബി ഈക്വൽ ടി മൈനസ് ജി. നമ്പർ ഓഫ് ഗേൾസ് എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ മൈനസ് നമ്പർ ഓഫ് ബോയ്സ്. ലെറ്ററിൽ എഴുതുമ്പോൾ ജി ഈക്വൽ ടി മൈനസ് ബി. തേർഡ് ക്വസ്റ്റ്യൻ. ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 4 centimeters, 6 centimeters and 8 centimeters. What is its perimeter? അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും തന്നിട്ടുണ്ട്, 3 സൈഡിൻ്റെ അളവുകളും തന്നിട്ടുണ്ട്. അതിൻ്റെ പെരിമീറ്റർ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പെരിമീറ്റർ കാണുക? ഈ 3 സൈഡിലെ അളവുകളും തമ്മിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ ചോദിച്ചിട്ടുണ്ട് ഡിനോട്ടിങ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആസ് എ ബി സി ആൻഡ് പെരിമീറ്റർ ആസ് പി. ഹൗ ഡു വി റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദം? പിന്നെ ചോദിച്ചിരിക്കുന്നത് ഈ 3 സൈഡ്സിൻ്റെ അളവുകൾ നമുക്ക് എ ബി സി എന്ന ലെറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക, പെരിമീറ്റർ പി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിലേഷൻ ഈ ലെറ്റർ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം എന്നാണ്. ആൻസർ: ലെങ്ത് ഓഫ് ഫസ്റ്റ് സൈഡ് ഈക്വൽ 4 centimeter. Length of second side equal 6 centimeter. Length of third side equal 8 centimeter. Perimeter equal 4 centimeter plus 6 centimeter plus 8 centimeter. ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ ആൻസർ 18 centimeter. ഇനി ചോദിച്ചിരിക്കുന്നത് ഈ 3 സൈഡിൽ എ ബി സി എന്ന് കൊടുത്താൽ എങ്ങനെയാണ് പെരിമീറ്റർ കാണുക, അതിൻ്റെ റിലേഷനും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് ഫസ്റ്റ് സൈഡ് ഈക്വൽ എ, ലെങ്ത് ഓഫ് സെക്കൻഡ് സൈഡ് ഈക്വൽ ബി, ലെങ്ത് ഓഫ് തേർഡ് സൈഡ് ഈക്വൽ സി, പെരിമീറ്റർ ഈക്വൽ പി. എങ്ങനെയാണ് ഈ ലെറ്റർ ഉപയോഗിച്ച് പെരിമീറ്റർ കാണാൻ സാധിക്കുക? പെരിമീറ്റർ ഈക്വൽ ലെങ്ത് ഓഫ് ഫസ്റ്റ് സൈഡ് പ്ലസ് ലെങ്ത് ഓഫ് സെക്കൻഡ് സൈഡ് പ്ലസ് ലെങ്ത് ഓഫ് തേർഡ് സൈഡ്. അപ്പോൾ ലെറ്ററിൽ എഴുതുമ്പോൾ പി ഈക്വൽ എ പ്ലസ് ബി പ്ലസ് സി. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.